എഫേസ്യ ലേഖനം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, നാമോ പാവികളായിരുന്നപ്പോൾ ക്രിസ്തേശു തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു. നാമോ പാവികൾ ആയിരുന്നപ്പോൾ ക്രിസ്തേശു തക്ക സമയത്ത് വേണ്ടി നമുക്ക് വേണ്ടി മരിച്ചു. പിതാവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു വെളിപ്പാടാണ്. ഈ വെളിപ്പാടിനെ നാം ആത്മാവിൽ തിരിച്ചറിയണം, സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ നിവർത്തിച്ച യേശു കർത്താവ് ക്രൂശിൽ പറയുകയാണ്, ക്രൂശിൽ മരിക്കുന്ന സമയത്ത് പറയുകയാണ്, ഞാൻ ഇതാ സകലതും നിവൃത്തിയായി. മാനവരാശിയുടെ, നമ്മുടെ ദൈവമക്കളുടെ വീണ്ടെടുപ്പ്, നീതീകരണം, വിശുദ്ധീകരണം എല്ലാം നിവൃത്തിയായി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഷോർട്ട് സന്ദേശം, ഇതിന്റെ അകത്ത് വലിയൊരു ഡെലിവറൻസ് ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാൽ ഇതിനകത്ത് വലിയൊരു ഡെലിവറൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നമുക്ക് വേണ്ട അഥവാ നിങ്ങൾക്ക് വേണ്ട ഭാവി സംബന്ധമായത്, ഇപ്പോൾ ഉള്ള ആവശ്യങ്ങൾ, സകല കാര്യങ്ങളും, ഫ്യൂച്ചർ സംബന്ധമായത്, സാമ്പത്തിക ഉയർച്ച, രോഗസൗഖ്യം, അഭിഷേകം, നിങ്ങളുടെ അസാധാരണമായ കോളിങ്ങിന്റെ അകത്തുള്ള പർപ്പസിന്റെ അകത്ത് വേണ്ടപ്പെട്ട ആവശ്യമായ സകല നന്മകളും അത് ക്രൂശിൽ ഒരു ഡിവൈൻ സപ്ലൈ പോലെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ തുറന്നു വിട്ടതാണ്. അതുവരെ ആ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, 20 വർഷത്തെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന ഭാവി, 30 വർഷത്തെ അടയപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്ന രോഗസൗഖ്യം, സാമ്പത്തിക ഡോറുകൾ ഒറ്റയടിക്ക് ഒരുമിച്ച് നിങ്ങളുടെ മേൽ വരാൻ പോകാം. ഒരു വിടുതൽ നടക്കുമ്പോൾ നിങ്ങളുടെ ശിരസിന്മേൽ വീഴുന്ന അഭിഷേകം ഭയങ്കരമാണ്. നിങ്ങളുടെ വീടിന്റെ അകത്ത് വരുന്ന സാമ്പത്തിക ഉയർച്ച ഭയങ്കരമാണ്. ആമേൻ. ചിലരെ സർപ്രൈസ് ആക്കുന്നത് പോലെ അത് വരാൻ പോകാം. ആമേൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ഒരു എൻകൗണ്ടിങ്ങിന് തയ്യാറാകുക, ഒരു മൽപ്പിടുത്തലിന് തയ്യാറാകുക. ചിലത് ഇന്ന് രാത്രി നിങ്ങളുടെ വീട് വിട്ടഴിയും, ചിലത് നിങ്ങളുടെ കുടുംബം വിട്ടഴിയും. ഇന്ന് രാത്രിയിൽ ഡിവൈൻ സപ്ലൈ. യേശു പറയുന്നു, തക്ക സമയത്ത് അവൻ മരിച്ചത് എന്തിനാ? നിങ്ങളുടെ ഭാവിക്ക് വേണ്ടത്. ദൈവമക്കളെ, നിങ്ങൾ ദശാംശം കൊടുക്കാൻ തുടങ്ങിയപ്പോഴല്ല, നിങ്ങൾ ഉപവസിക്കാൻ തുടങ്ങിയപ്പോഴല്ല, നിങ്ങൾ സ്നാനപ്പെട്ടപ്പോഴല്ല, നിങ്ങൾ അന്യഭാഷ പറഞ്ഞപ്പോഴല്ല, ഇതെല്ലാം കടമയാണ്. നിങ്ങൾ ദശാംശം കൊടുത്തോ, അത് നിങ്ങളുടെ കടമയാണ്. പക്ഷെ നിങ്ങൾക്ക് ദശാംശം കൊടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കുന്നവനല്ല. ക്രൂശിൽ യേശു മരിച്ചപ്പോഴേ നിങ്ങളുടെ നന്മ, ആ ഡോറ് തുറന്നു, ആ സപ്ലൈ തുറന്നു. അത് വർഷങ്ങളായി അടയപ്പെട്ട് കിടക്കുക. ഭാരപ്പെടണ്ട. 20, 25, 30 വർഷമായേക്കാം. പക്ഷെ വരുമ്പോ ഒന്നിച്ചു വരാൻ പോകാം. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ഡെലിവറൻസ് ഇന്ന് രാത്രി നടക്കുക. പരിശോധന നിങ്ങളെ ഫ്രീ ആക്കുക. ഭയങ്കര ഒരു വിടുതൽ നിങ്ങളുടെ മേൽ നടക്കുക. ഈ രാത്രിയിൽ വർഷങ്ങളുടെ നന്മകൾ, വർഷങ്ങളുടെ സാമ്പത്തിക ഡോറുകൾ ഒന്നിച്ച് ഓപ്പൺ ആകുന്നു. ആമേൻ പറഞ്ഞോ. ഗോഡ് ബ്ലെസ് യു.